എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +1 യൂണിറ്റ് എക്സ്പ്ലനേഷൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ പാഠമായിട്ടുള്ള ഹുതം ച ദത്തം ച തഥൈവ തിഷ്ഠതി എന്ന കർണഭാരത്തെ ആസ്പദമാക്കിയിട്ടുള്ള പാഠമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ്. കർണൻ യുദ്ധം ചെയ്യുന്ന സമയത്തുള്ള ഒരവസ്ഥയാണ്. ഭാസരാണ് ഈ ഏകാംഗ നാടകം എഴുതിയിട്ടുള്ളത്. ഭാസരുടെ നാടകമാണ്. ഇതിൽ പ്രധാനമായിട്ട് കർണനുണ്ട്, ശല്യരാജാവുണ്ട്, കർണൻ്റെ തേരാളി, അതേപോലെ വേഷം മാറി വന്ന ഇന്ദ്രനുമുണ്ട്, ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇന്ദ്രനുമുണ്ട്. ഈ കഥ നിങ്ങൾക്കറിയാം. എന്താണ്, യുദ്ധസമയത്ത് വരികയാണ് കർണൻ. കർണനും എത്രാസാവ് അർജുനോ തത്രൈവ ചോദ്യതാം അമരഥ എന്ന് കർണൻ പറയുന്നു. എവിടെയാണ് അർജുനുള്ളത് അവിടെ എൻ്റെ രഥത്തെ കൊണ്ടുവന്നാലും എന്ന്. ആ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുക. എന്താണ്, എനിക്ക് അങ്ങ് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ നൽകിയാലും എന്ന്, അല്ലെങ്കിൽ മഹത്തരാം ഭിക്ഷാം യാചേ, മഹത്തരമായ ഭിക്ഷ യാചിക്കുകയാണ് എന്ന് ചോദിക്കും. അപ്പോൾ കർണൻ അവിടെ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്, വളരെ വീരമുള്ള ശബ്ദമാണല്ലോ ഇത്. സാധാരണ ഒരു ബ്രാഹ്മണന് യോജിച്ച ശബ്ദമല്ല. കാരണം വന്നിരിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പോൾ സാധാരണ ബ്രാഹ്മണൻ്റെ ശബ്ദവും ഇന്ദ്രൻ ബ്രഹ്മചാരി വേഷം ധരിച്ചു വരുന്ന സമയത്തെ ശബ്ദവും ബ്രാഹ്മണ വേഷം ധരിച്ചു വരുന്ന സമയത്തെ ശബ്ദവും വ്യത്യാസമുണ്ട്. കർണൻ ബുദ്ധിമാനാണ്. കർണൻ അത് അനലൈസ് ചെയ്യാണ്. എന്നിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം അനുഗ്രഹിക്കും. അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് അവിടെ ഇന്ദ്രൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത്. ദീർഘായുഷ്മാൻ ഭവ അല്ലെങ്കിൽ ദീർഘായുർഭവ എന്ന് പറഞ്ഞാൽ ഇവൻ ദീർഘമായിട്ട് അനുഗ്രഹം വരുമല്ലോ. അങ്ങനെ കുറച്ച് സംശയങ്ങൾ പറയുകയാണ്. ഇനി ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും മോശമാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണ്, സൂര്യനും മേഘങ്ങളും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിന്റെ കീർത്തി ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അപ്പോഴും കർണൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങ് ദീർഘായുഷ്മാൻ ഭവ എന്നൊന്നും പറയാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഇത് തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അവർ തമ്മിൽ സംഭാഷണം ചെയ്യാണ്. എനിക്ക് മഹത്തരമായ ഭിക്ഷ വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യം പറയും എന്താണ്, ഗോസഹസ്രം ദധാമി, എന്താണ് 1000 എന്താണ് എൻ്റെ വിഭവങ്ങൾ കേട്ടാലും 1000 സഹസ്രങ്ങളെ തരാമെന്ന് പറയും. അപ്പം എന്താണ്, പാല് മാത്രം കുടിക്കുക, അതുകൊണ്ട് കാര്യമില്ല, എനിക്കത് വേണ്ടാന്ന് പറയും. പിന്നെന്താണ്, 1000കണക്കിന് കുതിരകളെ തരാം എന്ന് പറയും. അപ്പം എന്താണ്, അതും വേണ്ടാന്ന് പറയും. എന്നാൽ ആനകളെ തരാം എന്ന് പറയും, അതും വേണ്ടാന്ന് പറയും. എന്താണ്, അപര്യാപ്തമായിട്ടുള്ള കനകം തരാം, എണ്ണി തിട്ടപ്പെടുത്തത്രയും കനകം തരാം എന്ന് പറയും. എടുത്തുകൊണ്ട് പോവും, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും, വേണ്ടാന്ന് പറയും. പിന്നെന്താണ്, ഞാൻ ജയിച്ച എല്ലാ ഭൂമിയും അങ്ങേക്ക് തരാം എന്ന് പറയും, അതും വേണ്ടാന്ന് പറയും. എന്താണ്, ഞാൻ അഗ്നിഷ്ടോമാദികളായിട്ടുള്ള യാഗങ്ങൾ ചെയ്ത ഫലമുണ്ട്, അത് അങ്ങേക്ക് തരാമെന്ന് പറയും. അപ്പം എന്താണ്, അതും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം എന്താണ്, നീ എന്താണ് വേണ്ടത്? എന്നാൽ എൻ്റെ ശിരസ് തന്നെ ഞാൻ നൽകാമെന്ന് പറയും. അപ്പോൾ അയ്യോ അത് വേണ്ട എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവസാനം എന്ത് പറയാണ്, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായ എനിക്ക് കവചമായിരിക്കുന്ന എൻ്റെ ഈ കവചങ്ങളും കുണ്ടലങ്ങളോട് കൂടി ആ കവചങ്ങളെ ഞാൻ നൽകാമെന്ന് പറയും. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. അപ്പോൾ ശല്യര് പറയുന്നുണ്ട്, ദാതവ്യം കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. എന്താണ്, അപ്പോഴാണ് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, അവിടെ പറയുന്നുണ്ട് ഹുതം ച ദത്തം ച തഥൈവ തിഷ്ഠതി, കൊടുത്തോളൂ, എല്ലാം ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയേണ്ടത്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല എന്നും. അങ്ങനെ അവസാനം എന്താ പറയുന്നത്, എന്നാൽ ഹോമിച്ചതും ദാനം ചെയ്തതും അതുപോലെ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എന്താണ്, ആ കവചകുണ്ടലങ്ങളെ അങ്ങ് കൊടുക്കുകയാണ്. ഇതാണ് ഇവിടെ അവസാനം. അവിടെ ഈ ചാപ്റ്റർ കഴിയുകയാണ്. ഇനി നമ്മുടെ അടുത്ത പാഠം വരുന്നത് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടുള്ള ഭാവൈകരസം മനഃ എന്ന പാഠമാണ് അടുത്ത ചാപ്റ്ററായിട്ട് വരുന്നത്. വിവേകാനന്ദൻ്റെ അല്ല, കാളിദാസരുടെ, അതായത് പാർവതീദേവിയുടെയും വടു രൂപധാരിയായിട്ട് ശിവൻ വന്നിട്ട് വേഷം മാറി വരുന്ന കഥയാണ് അടുത്തത് വരുന്നത്. ഭാവൈകരസം മനഃ. ഇതിലെന്താണ്, ഇത് നമ്മുടെ കുമാരസംഭവം മഹാകാവ്യത്തിലെ ഒരു ഭാഗമാണ്. കാളിദാസർ എഴുതിയ കുമാരസംഭവം മഹാകാവ്യത്തിലെ ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്താണ് പറയുന്നത് എന്ന്. ഉവാച ചൈനം പരമാർത്ഥതോ ഹരം ന വേത്സി നൂനം യഥ ഏവമാത്ഥമാം അലോക സാമാന്യമചിന്യഹേതുകം ദ്വിഷന്തി മന്ദാശ്ചരിതം മഹാത്മനം. ഇവിടെ എന്താണ്, പാർവതി ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ ബ്രഹ്മചാരി വേഷത്തിൽ വരികയാണ്. അതാണ് ഇവിടെ സന്ദർഭമായിട്ട് വരുന്നത്. അങ്ങനെ ബ്രഹ്മചാരി വേഷത്തിൽ ശിവൻ വന്നിട്ട് ശിവൻ തന്നെ കുറ്റം പറയും ശിവനെ. അപ്പോൾ അത് കേട്ടിട്ട് സഹിക്കവയ്യാതെ കുറേ നേരം കേൾക്കും, സഹിക്കും. എന്നിട്ട് പാർവതി ദേവി അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. അതാണ് ഈ സന്ദർഭം. അനന്തരം ബ്രഹ്മചാരി വേഷധാരിയായ ശിവനോട് പാർവതി ഇപ്രകാരം പറഞ്ഞു. പക്ഷെ പാർവതി ദേവിക്ക് അറിയില്ല ശിവനാണ് വന്നിരിക്കുന്നതെന്ന്.
അങ്ങ് യഥാർത്ഥത്തിൽ ശിവന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് അറിയുന്നില്ല. അതുകൊണ്ടാണ് എന്നോട് ഇപ്രകാരം പറയുന്നത്. മൂഢന്മാർ ലോകസാധാരണമല്ലാത്തതും കാരണം അറിയാൻ പറ്റാത്തതുമായ മഹാത്മാക്കളുടെ പ്രവൃത്തികളെ ദുഷിച്ചു പറയുന്നു. അതായത് വാസ്തവം എന്തെന്നറിയാത്ത ആൾക്കാർ എപ്പോഴും കാര്യങ്ങളെ മോശമായിട്ടേ പറയുകയുള്ളൂ എന്നർത്ഥം. വിപത് പ്രതീകാര പരേണമംഗളം നിഷേപ്യതേ ഭൂതി സമുത്സുകേനവ ജഗച്ഛരണ്യായ നിരാശിഷസ്സതഃ കിമേഭിരാശോപഹതാത്മവൃത്തിഭിഹി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം എന്താ നമുക്ക് നോക്കാം. ആപത്തിന് പരിഹാരം തേടുന്നവനോ ഐശ്വര്യം ആഗ്രഹിക്കുന്നവനോ ആണ് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ലോകങ്ങൾക്കെല്ലാം രക്ഷ നൽകുന്നവനും ആശാരഹിതനും സദ്ഗുണയുക്തനുമായ അദ്ദേഹത്തിന് ശിവന് ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സിനെ ദുഷിപ്പിക്കുന്നതായ ഈ മംഗളാദി കർമ്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുകയാണ് പാർവതീദേവി. അകിഞ്ചനസ്സൻ പ്രഭവസ്സ സമ്പദാം ത്രിലോകനാഥ പിതൃസത്മഗോചര സ ഭീമരൂപ ശിവ ഇത്യുദീര്യത്തെ ന സന്ധി യാഥായ വിധ പിനാകിന. എന്താണ് പിനാകിയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം ആർക്കും തന്നെ അറിയില്ല എന്ന് പറയുകയാണ്. ആ പരമേശ്വരൻ ദരിദ്രനാണെങ്കിലും സർവ്വസമ്പത്തുക്കളുടെയും ഉറവിടമാണ്. ശ്മശാനവാസിയാണെങ്കിലും 3 ലോകങ്ങളുടെയും നാഥനാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് വടു. ആള് ദരിദ്രനാണ്, ശ്മശാനത്തിൽ ഇരിക്കുകയാണ്, കൂടെയുള്ളവരൊക്കെ ഭൂതഗണങ്ങളാണ്, 3 കണ്ണുണ്ട്, വികൃത രൂപനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരമായ ശരീരത്തോട് കൂടിയവനാണെങ്കിലും മംഗളരൂപൻ എന്ന് പറയുന്നു. ഇക്കാരണത്താൽ പരമേശ്വരന്റെ യഥാർത്ഥ രൂപം അറിയുന്നവർ പ്രപഞ്ചത്തിൽ ആരുമില്ല. അസമ്പദസ്തസ്യ വൃഷേണ ഗച്ഛത പ്രഭന്ന ദിഗ്വാരണ വാഹനോ വൃഷ കരോതി പാദാവുപഗമ്യ മൗലിന വിനിന്ദ്രമന്ദാര രജോരുണാങ്കുലി അരുങ്കുലി എന്ന് പറയാണ്. ഇങ്ങനെ ഇവിടെ ഇന്ദ്രനെ പറയാണ്. ഇവിടെ ശിവൻ ഇങ്ങനെ ഋഷഭൻ കാളവണ്ടിയിലേക്ക് കയറി വരികയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കാണ്. മർജലത്തോടു കൂടിയ ഐരാവതത്തിന് പുറത്ത് കയറിയിരിക്കുന്ന ഇന്ദ്രൻ കാളപ്പുറത്ത് നന്ദിയിൽ കയറിയിരുന്ന് പോകുന്നവനും സമ്പത്തില്ലാത്തവനുമായ ശങ്കരന്റെ പാദങ്ങളിൽ അലങ്കരിച്ച ശിരസ്സുകൊണ്ട് നമിച്ച് തൻ്റെ കിരീടത്തിൽ ഉള്ളതായ വിടർന്ന മന്ദാര പൂമ്പടി കൊണ്ട് ശിവന്റെ കാൽവിരലുകളെ രക്തവർണ്ണത്തോടു കൂടിയതാക്കി തീർക്കുന്നു. ഐരാവതത്തിന് പുറത്ത് കയറിയിരിക്കുന്ന ഇന്ദ്രനാൽ പോലും വന്ദിക്കപ്പെടുന്നവനാണ് ഭഗവാൻ ശിവൻ എന്ന് സാരം എന്നാണ് ഇവിടെ എന്താണ് പറയുന്നത്. വിവക്ഷത ദോഷമഭിച്യുതാത്മന ത്വയേകമീശം പ്രതി സാധുഭാഷിതം യമാമനന്ത്യാത്മഭുവേപി കാരണം കഥം സ ലക്ഷ്മ്യ പ്രഭവോ ഭവിഷ്യതി. എന്താണ് ഇവിടെ എന്താ പാർവതീദേവി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്വഭാവം നഷ്ടപ്പെട്ട് ശിവനെക്കുറിച്ച് ദോഷം മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മചാരിയാൽ ശിവനെക്കുറിച്ച് ഒരു കാര്യം നന്നായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്. വേദങ്ങളിൽ യാതൊരു ശിവനെയാണോ ബ്രഹ്മന് പോലും ജനയിതാവായി പറയപ്പെടുന്നത്, അങ്ങനെയുള്ള ശിവൻ എങ്ങനെയാണ് ലക്ഷ്യജന്മത്തോട് കൂടിയവനാകുന്നത്, ലക്ഷ്യമുള്ളവനായിത്തീരുന്നത് എന്നർത്ഥം. അപ്പം അദ്ദേഹത്തിന് ലക്ഷ്യമൊന്നുമില്ല എന്ന് പറയുന്നത് അതൊക്കെ അതീതനാണ് എന്നാണ് പറയുന്നത്. അവസാനത്തെ ശ്ലോകം അലം വിവാദേന യഥാ ശ്രുതസ്ത്വയാ തഥാവിധസ്താവദശേഷമസ്തു സ മമാത്ര ഭാവൈകരസം മനസ്ഥിതം ന കാമവൃത്തിർ വചനീയമീക്ഷതേ. എന്താ അവിടെ പറയുന്നത്? അല്ലെങ്കിൽ കലഹം കൊണ്ട് എന്താണ് പ്രയോജനം? ആ ശിവനെക്കുറിച്ച് അങ്ങ് എന്താണോ കേട്ടിരിക്കുന്നത് തീർച്ചയായും അത് അപ്രകാരം തന്നെ ആയിക്കൊള്ളട്ടെ. എൻ്റെ മനസ്സ് ആ ശിവനിൽ അഭിലാഷത്തോടു കൂടി തന്നെ വർത്തിക്കുന്നു. തന്നിഷ്ടക്കാരി അപവാദങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് പാർവതീദേവി എന്ത് ചെയ്യാണ്? ഇവിടെ ആ കാര്യം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്തേ.